പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷഭരിതമായ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഇന്ധനക്ഷാമം ഉണ്ടാകുമെന്നും വീണ്ടും ലോക്ക്ഡൌണിലേക്ക് നീങ്ങുമെന്നുമുള്ള അഭ്യൂഹങ്ങൾ കേന്ദ്ര സർക്കാർ ശക്തമായി തള്ളി. നിലവിൽ അത്തരമൊരു ആശങ്കയുടെയും ആവശ്യമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. ജനങ്ങളിൽ പരിഭ്രാന്തി പടർത്തുന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഭ്യൂഹങ്ങളെ തള്ളുന്നതിനൊപ്പം തന്നെ രാജ്യത്തെ ഇന്ധനവില നിയന്ത്രിക്കുന്നതിനായി നിർണായകമായ തീരുമാനങ്ങളും കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയരുന്നത് സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ പെട്രോൾ, ഡീസൽ എന്നിവയുടെ എക്സൈസ് നികുതി കേന്ദ്രം വെട്ടിക്കുറച്ചു. പെട്രോളിന് ലിറ്ററിന് 10 രൂപയുടെ വൻ കുറവാണ് നികുതിയിൽ വരുത്തിയിരിക്കുന്നത്. നേരത്തെ ലിറ്ററിന് 13 രൂപയായിരുന്നു എക്സൈസ് നികുതി. ഇതോടെ 3 രൂപയായി താഴ്ന്നു. ഇത് വാഹന ഉടമകൾക്കും ഗതാഗത മേഖലയ്ക്കും വലിയ ആശ്വാസമാകും. ഡീസലിന്റെ കാര്യത്തിൽ അതിലും വലിയ ഇളവാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ഡീസലിന് നിലവിലുണ്ടായിരുന്ന ലിറ്ററിന് 10 രൂപ എന്ന എക്സൈസ് നികുതി പൂർണ്ണമായും ഒഴിവാക്കി. നികുതി 0% ആക്കിയതോടെ ചരക്ക് നീക്കത്തിന് ചിലവ് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലം ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് നികുതി കുറയ്ക്കാൻ സർക്കാർ തയ്യാറായതെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. എന്നാൽ വിമാന ഇന്ധനത്തിന് കേന്ദ്രം അധിക എക്സൈസ് തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദേശ വിപണിയിലെ ലാഭം കണക്കിലെടുത്താണ് ഈ നീക്കം. പ്രത്യേക തീരുവയായി 50 രൂപയാണ് ചുമത്തിയിരിക്കുന്നത്. വിവിധ ഇളവുകൾക്ക് ശേഷം വിമാന ഇന്ധനത്തിന് ലിറ്ററിന് 29.5 രൂപ തീരുവയായി നൽകേണ്ടി വരും. ഇത് വിമാന കമ്പനികളുടെ പ്രവർത്തന ചിലവ് കുത്തനെ ഉയരാൻ കാരണമാകും. ഈ ഭാരം യാത്രക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. അതായത് വരുന്ന ദിവസങ്ങളിൽ വിമാന ടിക്കറ്റ് നിരക്കിൽ വർധനവ് ഉണ്ടായേക്കാം. ഇന്ധന നികുതി കുറച്ചത് വഴി സാധാരണക്കാർക്ക് ലഭിക്കുന്ന ആശ്വാസം വിമാനയാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായി ബാധിച്ചേക്കാമെന്നാണ് സൂചനകൾ. സാധാരണ ജനങ്ങൾ ഇത്തരം ഘട്ടങ്ങളിൽ സമചിത്തത പാലിക്കണമെന്നും സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങളിൽ വിശ്വസിക്കരുതെന്നും ഹർദീപ് പുരി അഭ്യർത്ഥിച്ചു. രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ ഒരുമിച്ച് നേരിടണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ധന സംഭരണത്തിന്റെ കാര്യത്തിൽ ഭാരതം നിലവിൽ സുരക്ഷിതമായ അവസ്ഥയിലാണെന്നും മന്ത്രി ഉറപ്പു നൽകി. വിതരണ ശൃംഖലയിൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും പെട്രോളിയം കമ്പനികൾ സ്വീകരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിലെ അസ്ഥിരത സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആവശ്യമെങ്കിൽ ഇനിയും ഇടപെടലുകൾ നടത്താൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രം വ്യക്തമാക്കി. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കാത്ത രീതിയിൽ ഇന്ധന നയം ക്രമീകരിക്കും. പെട്രോൾ, ഡീസൽ വില കുറയുന്നത് നിത്യ ഉപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനും സഹായിക്കും. ചരക്ക് വാഹനങ്ങളുടെ വാടക കുറയുന്നത് വഴി വിപണിയിൽ ഉണർവ് ഉണ്ടാകുമെന്ന് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നു. എങ്കിലും ഏവിയേഷൻ സെക്ടറിലെ പുതിയ തീരുവ ടൂറിസം മേഖലയെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയണം. അവധിക്കാലം മുന്നിൽ നിൽക്കെ വിമാന നിരക്ക് വർദ്ധിക്കുന്നത് പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും തിരിച്ചടിയാണ്. കോവിഡ് കാലത്തെ ലോക്ക്ഡൌൺ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചിരുന്നു. അത്തരമൊരു സാഹചര്യം വീണ്ടും ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നത് പോലും ജനങ്ങളിൽ ഭയമുണ്ടാക്കുന്നു. അത് തിരിച്ചറിഞ്ഞാണ് സർക്കാർ ഉടൻ വിശദീകരണവുമായി എത്തിയത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ ബാധിക്കാത്ത വിധം ബദൽ മാർഗങ്ങളും ഇന്ത്യ ആരായുന്നുണ്ട്. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ തുടരുന്നത് വിപണിയിലെ സ്ഥിരത നൽകുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ എണ്ണ കമ്പനികൾക്ക് കേന്ദ്രം പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പമ്പുകളിൽ സ്റ്റോക്ക് കുറയുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തി. അഭ്യൂഹങ്ങൾ പരത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും ആഭ്യന്തര മന്ത്രാലയം ആലോചിക്കുന്നുണ്ട്. വ്യാജ വാർത്തകൾ സാമ്പത്തിക രംഗത്ത് അനാവശ്യമായ പരിഭ്രാന്തി സൃഷ്ടിക്കുമെന്ന് സർക്കാർ കരുതുന്നു. രാജ്യത്തെ പൗരന്മാർക്ക് ഇന്ധനം തടസ്സമില്ലാതെ ലഭിക്കുമെന്ന് ഉറപ്പാക്കുകയാണ് പ്രഥമ പരിഗണനയെന്ന് ഹർദീപ് പുരി ആവർത്തിച്ചു. സങ്കീർണമായ ആഗോള സാഹചര്യങ്ങളിലും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഭദ്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചുരുക്കത്തിൽ ലോക്ക്ഡൌൺ വാർത്തകൾ വെറും കിംവദന്തികൾ മാത്രമാണ്. ഇന്ധന നികുതി കുറച്ച സർക്കാർ നടപടി സാധാരണക്കാർക്ക് ആശ്വാസമേകുമ്പോൾ വിമാന യാത്രക്കാർക്ക് ചിലവ് കൂടുന്ന സാഹചര്യവും കൂടിയാണ് നിലവിലുള്ളത്.